ശരിക്കും വിജയ് യേശുദാസ് പാടിയപ്പോൾ ഇതൊരു പുണ്യഭൂമിയായിട്ട് തോന്നിയത്. പക്ഷേ പേളിനെ കണ്ടപ്പോൾ ഒരു കുരുക്ഷേത്ര ഭൂമിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആരാത് ചിരിക്കുന്നത്? ഈ ജോക്സ് ചിരിക്കാൻ പാടില്ല. ആ ചിരി കേട്ട് അറിഞ്ഞൂടാ ചാക്കോച്ചനാണെന്ന്. ഒരു മിനിറ്റ് തന്നെ. അല്ല തന്നെ ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്. പേളിക്കറിയാം ഇവിടെ കുറെ സ്റ്റാർസ് വന്നിട്ടുണ്ട്. ലവ് ലെറ്റർ ആണ്. ഇത് ആർക്ക് കൊടുക്കാനാ നോക്കട്ടെ. ആ ചേട്ടൻ, ആ നല്ലൊരു ഭംഗിയുള്ളൊരു ചേട്ടനുണ്ടായിരുന്നു. എത്രയും പ്രിയപ്പെട്ട എന്റെ മൊബൈൽ കുട്ട. ഓ, ന്യൂജൻ ലവ് ലെറ്റർ ആണ്. എത്ര നാളായി ഒന്ന് സ്ക്രാച്ച് ചെയ്ത് റീചാർജ് ആയിട്ട്. അല്ല, ഒന്ന് വിളിച്ചിട്ട് നീ എത്ര റേഞ്ച് ഇല്ലാതെ നിന്നാലും എന്റെ ഫോൺ നിനക്ക് വേണ്ടി ഡയൽ ചെയ്യും. ഞാൻ ഇങ്ങനെ തുടിക്കുന്നു. മനസ്സിലായി, കണ്ട് ആ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നന്നായിട്ട് തുടിക്കുന്നുണ്ടെന്ന്. ഓക്കെ, മറ്റൊരു ഫോണിൽ നീ റേഞ്ചിൽ വന്നാൽ നിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യും. പിന്നെ ഞാൻ നോട്ട് റീച്ചബിൾ ആയിരിക്കും. സത്യമായിട്ടും ബ്രേക്കപ്പ് ആവുന്ന ഉദ്ദേശിച്ചു. നീ ബ്ലൂടൂത്ത് രവിയുമായി എപ്പോഴും ഇൻകമിങ്ങും ഔട്ട് ഗോയിങ് നടത്താറുണ്ടെന്ന് നിന്റെ പെങ്ങൾ പെൻഡ്രൈവ് എനിക്ക് മെസ്സേജ് ചെയ്തു. അവളൊരു പെണ്ണാണല്ലോ. ഓ, പെങ്ങൾ പെൻഡ്രൈവ് കോഡാണല്ലേ. അന്നേ നിന്നെ ഡിലീറ്റ് ചെയ്യാൻ എക്സെൻഡർ അപ്പൻ പറഞ്ഞതാ. എന്റെ അച്ഛൻ എക്സ് മിലിറ്ററി. രണ്ടാനപ്പൻ. എന്നിട്ടും എന്റെ ഓർക്കൂട്ടിൽ ഒരു ഫയലിൽ നീ അപ്ലോഡ് ആയിരിക്കുന്നു അല്ലേ. ഇതാണ് ഒരു കാര്യം എഴുതാൻ വിട്ടുപോയി. എന്താ? യൂട്യൂബ് മോനെ ദിനേശ. ഇതുപോലുള്ള കുട്ടികളാണ് ചാറ്റ് ചെയ്ത് ചീറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ആവും. എന്നിട്ട് നാട്ടുകാർക്ക് വീട്ടുകാർക്ക് നാണക്കേടാകും. ഓക്കെ, ഇങ്ങനെയല്ല ലെറ്റർ എഴുതേണ്ടത്. നന്നായിട്ട് ലിറിക്സ് എഴുതുന്ന ആൾക്കാർ. എനിക്ക് ലിറിക്സ് അറിയില്ല. എഴുതുന്ന ആൾക്കാരുണ്ട്, അവർക്ക് അവാർഡ് കൊടുക്കും. ഓക്കെ, സോ നെക്സ്റ്റ് കാറ്റഗറി അവാർഡ് ലിറിക്സിനുള്ള അവാർഡാണ്. ബെസ്റ്റ് ലിറിക്സ്. The nominees are Rafiq Ahmad, മഹേഷിന്റെ പ്രതികാരം, കൈതാപ്രം, ആടുപുലിയാട്ടം, ഹരിനാരായണൻ, ജാക്കബിന്റെ സ്വർഗരാജ്യം, അൻവർ അലി, കമ്മട്ടിപ്പാടം, സന്തോഷ് വർമ്മ, ചാർലി. ഇവർക്ക് സമ്മാനം നൽകാൻ, പുരസ്കാരം നൽകാൻ വേദിയിലേക്ക് എത്തുന്നത് രണ്ട് പുതുമുഖങ്ങൾ തന്നെയാണ്. ലിജോ മോൾ ജോസ്, അപർണ ബാലമുരളി. വെൽക്കം ടു ദ സ്റ്റേജ്. ഹലോ കുട്ടികളെ. ആക്ച്വലി ഇവര് കുഞ്ഞുങ്ങളാണ്. ഞങ്ങളുടെ മലയാളം ഇൻഡസ്ട്രിയിലെ വളർന്നു വരുന്ന യുവ നടികളാണ് രണ്ടുപേരും. അതെ, ആ സാരി ഉടുപ്പ് കണ്ടാൽ തന്നെ അറിയാം പുതുമുഖ നടിമാരാണ്. ആദ്യമായിട്ട് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഇത്രയും വലിയൊരു താരനിര ഞങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരുമിച്ച് കാണുന്നത്. സോ താങ്ക് യു ഐഫ ഫോർ ഇൻവൈറ്റിംഗ് അസ്. And I just can't believe that I'm standing in front of the great A.R. Rahman sir. Hailing from a musical family, I'm so blessed to be here on stage. And we're happy to announce one of the best categories, lyrics, because musicine ettavum koodal bhangi pagarunna, like they go hand in hand, lyrics. So I'm very proud to announce the winner, Santosh Varma sir for Charlie. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത് എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുത്ത ഒരു അവാർഡായതുകൊണ്ട്. എനിക്ക് അവാർഡ് തന്ന രണ്ടുപേർക്ക് വേണ്ടിയും എനിക്ക് പാട്ടെഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. ലിജോ മോൾക്ക് വേണ്ടി, അപർണയ്ക്ക് വേണ്ടിയും രണ്ട് സിനിമകളിൽ, അവരുടെ രണ്ട് പ്രശസ്തമായ രണ്ട് സിനിമകളിൽ, അതായത് കട്ടപ്പനയിലും കൂടാതെ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിലുമൊക്കെ പാട്ടെഴുതാൻ കഴിഞ്ഞു. അങ്ങനെ തൊട്ട് മുൻപ് വിജയ് പാടിയ പാട്ട് പോലും എൻ്റെ പാട്ടായിരുന്നു, തുടക്കം മാംഗല്യം. വളരെയധികം സന്തോഷമുണ്ട്. ഇന്നത്തെ ഒരു ഈവനിങ് എൻ്റെ ഏറ്റവും ഭാഗ്യമുള്ളൊരു ഈവനിങ് ആയി ഞാൻ വിചാരിക്കുന്നു. ഒപ്പം തന്നെ ഈ വേളയിൽ ഞാൻ ഇങ്ങനെ എനിക്കൊരു പാട്ട്, സുന്ദരി പെണ്ണെ എന്നുള്ള നല്ലൊരു പാട്ട് ചാർലിക്ക് വേണ്ടി എഴുതാൻ അവസരം തന്ന മാർട്ടിനെയും, നമ്മുടെ സംവിധായകനായ മാർട്ടിൻ പ്രക്കാട്ട്, എൻ്റെ സുഹൃത്ത്. സിനിമയിൽ ഒരു നല്ല തിരക്കിട്ട ജീവിതമുണ്ടായത് ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയിലെ സ്വപ്നമുറിച്ചാക്ക് എന്ന പാട്ടായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു ബ്രേക്ക്. അങ്ങനെ ഒരു ബ്രേക്ക് തന്ന ആളാണ് മാർട്ടിൻ. മാർട്ടിൻ്റെ പടത്തിലൂടെ ഈ ഒരു അവാർഡ് എനിക്ക് കിട്ടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് സർ. ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു സന്തോഷ് വർമ്മ. അടുത്ത കാറ്റഗറിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കോമിക് റോൾ. ബെസ്റ്റ് കോമിക് റോൾ. The nominees are ജിപ്സി, ക്രിസ്പി, ശോഭൻ ഷായർ, ക്രിസ്പി അല്ല ക്രിസ്പി, മഹേഷിന്റെ പ്രതികാരം. ഓക്കെ പോയിന്റിലോട്ട് വരാം.
ഏതെങ്കിലും ഒരു ബംഗ്ലാവിന്റെയോ പാഷാണം ഷാജി അപ്പ സ്വാമിമാര് പറയും ആടുപുലിയാട്ടം മണ്ണാന്ന്. ഈ പ്രേതങ്ങൾ എന്താ ചെറിയ വീട്ടിൽ കിടക്കൂലേ? ഷോബിൻ ഷായ് ചാർലി വെള്ളം എടുത്തേ. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ഇവനെ കളിയാക്കരുതെന്ന്. ധർമ്മജൻ ബോൽഗാട്ടി കട്ടപ്പനയിൽ ഋത്വിക് റോഷൻ ഇവനെ നശിപ്പിച്ചോളയും. പിടിച്ചു കൊടുക്കട്ടെ എന്ന്. സുഹാസുന ഷറഫുദ്ദീൻ പ്രീതം സുഹാനിസി ആണെങ്കിലും പതിനിസി ആണെങ്കിലും സുഹാസിനിയുടെ നല്ല കട്ടുണ്ട് കേട്ടോ. അല്ലേടാ? ഈ അവാർഡ് നൽകുന്നത് ഒരു ദൈവം തന്നെയാണ്. ഗോഡ് ഓഫ് മ്യൂസിക്, ദ മ്യൂസിക്കൽ മാസ്ട്രോ, ദ കിങ് ഓഫ് മ്യൂസിക്. ദൈവത്തിൻ്റെ ഒപ്പ് അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ട്. ആരാണ്? I'm so excited because ഞാൻ A.R. റഹ്മാൻ സാറിൻ്റെ ഒരു വലിയൊരു, ഞാൻ മാത്രമല്ല The God of എല്ലാവരും music. വേഗം വിളിക്കരുത്, എനിക്കൊരു ടെൻഷൻ. ഞാൻ ചിലപ്പോൾ റഹ്മാൻ സാർ. അദ്ദേഹത്തിനോടൊപ്പം മലയാള സിനിമയിലെ ഹിറ്റ് സംവിധായകനായ നാദിർ ഷാ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ ബിബിൻ ജോർജ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പം എൻ്റേത്. ബിബിൻ്റേതും അങ്ങനെ തന്നെയാണ്. കാരണം സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു ഭാഗ്യം ഈ വേദിയിൽ വന്നുകൊണ്ട് ഐഫ അവാർഡ്സിൽ ഒരുപാട് നന്ദിയുണ്ട്. അതിന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു അൽഹംദുലില്ലാ, ദൈവത്തിന് നന്ദി എന്ന് പറയുന്നു. ഒപ്പം ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നു. സൺഫ്ലവർ ഓയിൽ ഐഫ ഉത്സവം അവാർഡ് കോമിക് റോൾ മലയാളം goes to Mr. Soubin Shahir for Charlie. കുറച്ച് സംസാരിക്കും. സർ, ഞങ്ങളുടെ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി ഒരു മെസ്സേജ് എന്തെങ്കിലും പ്ലീസ്. No, I think comedy is such an important, comedy plays such an important role in our lives. I think we forget everything and they are such gifted people. So God bless you. നാദർശിക 2 ഹിറ്റ് കോമഡി പടം ഇപ്പോൾ ഉണ്ട്. 2 വാക്ക് നാദർശികയും പറയുന്നു. ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റായിട്ട് തുടങ്ങി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവാർഡ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറുന്നത്. അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമയും കട്ടപ്പനയിലെ ഋതിക് റോഷൻ, ഈ 2 സിനിമയും സംവിധാനം ചെയ്ത 2 സിനിമകളും നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അത് 100 ദിവസം ആഘോഷിക്കാനായിട്ടുള്ള ഭാഗ്യമുണ്ടായത്. ഒരുപാട് നന്ദി പ്രേക്ഷകർക്കും പടച്ചോനും. ബിബിൻ ജോർജും 2 വാക്കൊന്ന് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ഐഫ അവാർഡിന്റെ കോമ്പയറിങ് എഴുതാൻ വന്ന ആളാണ് ഞാൻ. ഈ പ്രാവശ്യം റഹ്മാൻ സാറിൻ്റെ കൂടെ നിൽക്കുന്നു. സാറെ കാല് വീഴണം, അത്രയ്ക്ക് വലിയ ലെജൻഡാണ് ഈ നിൽക്കുന്നത്. നമ്മുടെ മലയാളികളെങ്കിലും കൈയടിക്കൂ പ്ലീസ്. താങ്ക് യു സർ. സൗബിൻ 2 വാക്ക് പറഞ്ഞിട്ട് പോകുമ്പോൾ ഭയങ്കര വലിയ സന്തോഷമുണ്ട്. ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ റഹ്മാൻ സാറിൻ്റെ റഹ്മാനിക്ക എന്ന് വേണമെങ്കിൽ പറയാം, അവിടുന്ന് ഈ അവാർഡ് മേടിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അതുകൂടാണ്ട് എനിക്ക് ഒരു കാര്യം ഇപ്പോൾ ഇവിടെ വന്നിട്ട് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അവാർഡ് അല്ലെങ്കിൽ കോമഡി അവാർഡ് നമുക്ക് കിട്ടുന്നതിനെക്കാട്ടി ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ അവാർഡ് മേടിക്കാൻ വേണ്ടി ഇവിടം വരെ എത്താമെന്ന് പറയുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് അറിയിക്കുന്നുണ്ട്. പക്ഷെ വളരെയധികം സന്തോഷമുണ്ട് റഹ്മാനിക്ക നേരിട്ട് കാണാൻ പറ്റിയത് കൊണ്ടും. അത്ര ബുദ്ധിമുട്ടില്ല ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കാനായിട്ട്. ആക്ച്വലി ഒരു കാര്യമുണ്ട് കേട്ടോ. ഇങ്ങോട്ടോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പുതിയ തരികട പരിപാടിയായിട്ട് വരുന്നുണ്ട്. ആണോ? എനിക്ക് മനസ്സിലായി. എല്ലാവരും പുറത്താക്കിയിട്ട് എന്നെ മാത്രം നിർത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഉണ്ടെന്ന്. ഇതെന്താണെന്നറിയോ പ്രേക്ഷകരെ? ഇതാണ് ലവ് മീറ്റർ. നമുക്ക് തോന്നും കോമഡി റോൾ ചെയ്യുന്നവർക്ക് പ്രണയിക്കാൻ പറ്റില്ല എന്ന്. ഇല്ല, ഒരിക്കലും ഇല്ല. പ്രണയിക്കാൻ പറ്റും. പറ്റും. സബിന് എന്നോടുള്ള പ്രണയത്തിൻ്റെ ആ ഒരു
ഒരു മെഷർമെന്റ് ആണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അവാർഡ് എനിക്ക് അത് തന്നു. വേണമെന്നില്ല, എല്ലാവരും പറയലില്ല. ഇല്ല, ഒന്ന് ഇങ്ങനെ പിടിക്കൂ. ഇല്ല, നീ ഇതിങ്ങനെ പിടിക്കൂ. നിങ്ങളുടെ ശരീരത്തിന്റെ ചൂട് കാരണം ഇതിങ്ങനെ പൊങ്ങി വരും. ഓക്കെ. അയ്യോ, ഭയങ്കര പ്രണയമുണ്ട്. എന്നെ ഇത്രയും പ്രണയിക്കുന്നതിന് താങ്ക് യു സോ മച്ച്. വേറെ തോന്നിയതെല്ലാം ഒരിക്കലില്ല, വെറുതെ തോന്നിയല്ല. ഞാൻ വേണേൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് താഴ്പടേ, എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് തോന്നിയതല്ലേ, സത്യമായിട്ട് സത്യമാണ്. അപ്പം എനിക്ക് ഒരാളുടെ അടുത്തും കൂടി ചെക്ക് ചെയ്യാനുണ്ട്. ഇവിടെ നല്ല കാണാൻ കൊള്ളാവുന്ന ചുള്ളൻ ചെക്കന്മാരുണ്ട്. ആരാണ് അവരൊക്കെ? ഡെയിലി നമ്മൾ കാണുന്നതാണ്. ഐ എം ഫ്രം കേരള. അപ്പം ഐ ഓൾവേസ് ഹാവ് ആക്സസ് ടു കേരള ബോയ്സ്. അപ്പം ഇനി ഈ സൈഡിൽ ആക്ച്വലി കൊട്ടാരക്കര സർ, രവി സർ, പ്ലീസ് സർ. എനിക്ക് ആദ്യം ഈ രവി, പിന്നെ ആ രവി, എല്ലാ രവി. ഓക്കെ, യെസ് സർ. ബിക്കോസ് പ്രണയത്തിന് ഏജ് ഇല്ല, യുനോ. പ്രണയം ഏത് പ്രായത്തിലും യു ക്യാൻ ഫോൾ ഇൻ ലവ്. സോ ഇതിന് കള്ളത്തരമില്ല. ഇഫ് യു ലവ് മീ ഇറ്റ് വിൽ കം അപ്പ്. ഇഫ് യു ഡോണ്ട് ഇറ്റ് വിൽ പ്രോബ്ലി ഗോ ഡൗൺ. സർ ഇറുക്കി പിടിച്ചോളൂ, ഒന്നും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട്. ശിവനെ. Did you see this? ഇതെന്താ ഇത്? ഇത് പുകയൊക്കെ വരുന്നു. ഞാൻ ഇവളോ പാക്കവേ ഇല്ലേ, ഭയന്ന് പോയിട്ടെ. പ്ലീസ് அந்த ஏரியாவுக்கே போக மாட்டேன். சென்னை செந்தமிழ் மறந்தேன் உன்னாலே இது கொடுக்கறதுக்கு முன்னாடி ஒரு ஷேக் ஹேண்ட் குடிக்கிறதுக்கல்ல, கொடுக்கறதுக்கு முன்னாடி ஒரு கை கொடுக்கலாமா? அக்கா மம்மி ஒன்ஸ் ஹக் பண்ணிக்கலாமா? வைஃப் இருக்கா? மன்னிச்சிடுங்கோ. பிரதர்லி ஹக் நான் கொடுக்குறேன். பிரதர், ஓ பிரதர், யூ ஆர் மை பிரதர். அண்ணா, அண்ணனுக்கு எப்படி? சாரி அண்ணா, நீங்க போய் உட்காரலாம். தேங்க்யூ அண்ணா. சாக்கோச்சனுக்கு அவங்களுடைய வைஃப் கிட்ட பிரணயம் இருக்குதா? அது செக் பண்ணலாம். ஏனா அண்ணா, ஐயோ തിളക്കിത്, சும்மா அதிர்ந்து ഓവർഫ്ലോ ആവുത്. അപ്പൊ എന്തായാലും ഈ ലവ് മീറ്റർ ഹിറ്റ് ആണ്. എല്ലാവരും നല്ലൊരു കൈയടി.